പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ ലോകം എന്ന ബാലസാഹിത്യ നോവലിലെ 4-ാമത്തെ അധ്യായം. ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം, അധ്യായം 4. ഓപ്പോളെ പറ്റി വിചാരിക്കുമ്പോഴൊക്കെ അപ്പുവിന് വാസന സോപ്പിൻ്റെ മണം കിട്ടുന്നു. വെള്ളയും റോസും മഞ്ഞയും നിറമുള്ള സോപ്പുകൾ മാറി മാറി തേച്ചാണ് ഓപ്പോള് കുളിച്ചിരുന്നത്. ഓപ്പോളുടെ സോപ്പ് പെട്ടി വടക്കേ അറയിൽ ജനൽപ്പടിയിൽ വെച്ചിട്ടുണ്ടാവും. വടക്കേ അറയിൽ ചെന്ന് സോപ്പ് പെട്ടി തുറന്ന് വാസനിച്ചു നോക്കാൻ അപ്പുവിനിഷ്ടമായിരുന്നു. നല്ല ചന്തമുണ്ടായിരുന്നു ഓപ്പോളെ കാണാൻ. എന്താ തലമുടിയുടെ നീളം! അമ്മ കാണിക്കും പോലെ ഓപ്പോള് മുടി പിന്നിൽ ചുരുട്ടി കെട്ടി വെക്കില്ല. ചീർപ്പ് കൊണ്ട് ചീകി ചീകി മിനുക്കും. കറുത്ത മിനുസമുള്ള മുടി ഓപ്പോളുടെ പിന്നാമ്പുറം മറഞ്ഞു കിടക്കും. മുടിയുടെ അറ്റം കെട്ടി അതിൽ തുളസിക്കതിരോ തെച്ചിപ്പൂവോ തിരികെ വെക്കും. വാലിട്ട് കണ്ണെഴുതുമ്പോഴാണ് ഓപ്പോൾക്ക് ചന്തം കൂടുതലാവുന്നത്. അമ്മയെപ്പോലെ എണ്ണമെഴുക്കുണ്ടാവില്ല ഓപ്പോളുടെ മുഖത്ത്. പൗഡർ ഇട്ട് പൊട്ടുതൊട്ട് അങ്ങനെ ഓപ്പോള് നടക്കൂ. കരയുള്ള മുണ്ടും നിറമുള്ള ബ്ലൗസും. അങ്ങനെയാണ് വീട്ടിലാവുമ്പോൾ ഓപ്പോൾക്കിഷ്ടം. രാവിലെ ഓപ്പോൾ പാവാടയും ബ്ലൗസും പാവാടയ്ക്കു മീതെ ധാവണിയും ചുറ്റി കുടയും പുസ്തകവും എടുത്ത് പുറപ്പെടുന്നു. വെയിൽ കൊള്ളാൻ ഇഷ്ടമില്ല ഓപ്പോൾക്ക്. എപ്പോഴും കുട നിവർത്തി പിടിച്ചേ നടക്കൂ. ഒറ്റപ്പാലത്തെന്തോ പഠിക്കാൻ പോവുകയാണത്രേ. ഓപ്പോൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് അമ്മയ്ക്കിഷ്ടല്ല. ശൃംഗാരി, ഇവള് പെണ്ണാവും കാലം കണ്ണു പുണ്ണാവും. മുത്തശ്ശി കേൾക്കാൻ വേണ്ടിയാണ് അമ്മ പറയുന്നത്. നിനക്കെന്താ ദേവു അവളോട് അസൂയ? പെൺകുട്ടികളല്ലേ, നന്നായി അണിഞ്ഞൊരുങ്ങി നടക്കണം. നീയും അങ്ങനെയായിരുന്നല്ലോ. ഞാനിങ്ങനെ വേഷം കെട്ടി നടന്നിട്ടുണ്ടോ? പിന്നില്ലാതെ. നിന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടല്ലേ രാമചന്ദ്രൻ ആലോചനയും കൊണ്ട് ആളെ അയച്ചത്. അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടോ? ചെക്കൻ കണ്ടില്ലേ ചെവി കൂർപ്പിച്ച് നിൽക്കണത്. സംശയം ചോദിക്കാൻ വരും അമ്മയുടെ അടുത്ത്. പറഞ്ഞു കൊടുത്തോളൂ. ആരാ രാമചന്ദ്രൻ? എന്താ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്? മുത്തശ്ശിയോട് ചോദിക്കാം അമ്മ കാണാതെ. അപ്പു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഓപ്പോളുടെ കല്യാണം. 3-4 ആൾക്കാർ ഒരു ദിവസം വീട്ടിൽ കയറി വന്നു. ആരോ വരുന്നുണ്ടെന്ന് അമ്മയുടെയും മുത്തശ്ശിയുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. രാവിലെ അമ്മ അട പരത്തുന്നു, കായ വറുക്കുന്നു, പഴം പുഴുങ്ങുന്നു, പപ്പടം കാച്ചുന്നു. പാവാടയും ബ്ലൗസും ഇട്ട് ധാവണി ചുറ്റി ഓപ്പോള് കണ്ണാടിയുടെ മുമ്പിൽ ഇരിപ്പാണ്. ഇന്നെന്താ ഓപ്പോള് ഒറ്റപ്പാലത്തേക്ക് പോവാത്തത്? ആരോ വരുന്നത് കൊണ്ടാണോ? അപ്പു ഓപ്പോളുടെ അടുത്തുകൂടി. ഓപ്പോളെ ചാരി നിന്ന് കണ്ണാടി നോക്കി. ആരാ വരുന്നത് ഓപ്പോളെ? ആരാ വരുന്നത്? എനിക്കറിയില്ല. അപ്പുവിനോട് ആരാ പറഞ്ഞത്? അമ്മ പറയണ കേട്ടു. എന്നാ പോയി നിന്റെ അമ്മയോട് ചോദിക്ക്, പറഞ്ഞു തരും. വേണ്ട, അമ്മയോട് ചോദിക്കേണ്ട. വെറുതെ തലയ്ക്കൊരു കിഴുക്ക് മേടിക്കണോ രാവിലെ തന്നെ? മുത്തശ്ശിയോട് ചോദിക്കാം. അപ്പു മുത്തശ്ശിയെ അന്വേഷിച്ച് നടന്നു. മുത്തശ്ശി കുളി കഴിഞ്ഞ് അലക്കിയതുടുത്ത് വേഷ്ടി പുതച്ച് ചന്ദനം കൊണ്ട് വരച്ചു കുറിയിട്ട് തളത്തിൽ ചുമരും ചാരി ഇരിക്കുകയാണ്. മുറുക്കാനുള്ള പുറപ്പാടാണ്. ചെല്ലം തുറന്നു വെച്ചിട്ടുണ്ട്. ഒന്ന് മുറുക്കണമെങ്കിൽ മുത്തശ്ശിക്ക് കുറെ അധികം നേരം വേണം. മുത്തശ്ശിയുടെ ചെല്ലത്തിൽ കുഞ്ഞുരലും കുഞ്ഞുലക്കയുമുണ്ട്. അടയ്ക്ക കഷ്ണങ്ങൾ ഇടിച്ചു ചതയ്ക്കാനാണ് കുഞ്ഞുരല്. മുത്തശ്ശിയുടെ വായിൽ 4-5 പല്ലുകളെ ബാക്കിയുള്ളൂ. കുഞ്ഞുരലിട്ട് അടയ്ക്ക കഷ്ണങ്ങൾ ഇടിക്കാൻ അപ്പുവിനിഷ്ടമാണ്. അപ്പു മുത്തശ്ശിയോട് ചേർന്നിരുന്നു. ഞാൻ ഇടിച്ചു തരാം മുത്തശ്ശി. അടയ്ക്ക കഷ്ണങ്ങൾ ഉരലിലിട്ട് ഇടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പു ചോദിച്ചു, ആരാ മുത്തശ്ശി വരുന്നത്? നിന്റെ ഓപ്പോളെ പെണ്ണ് കാണാൻ വരികയാണ് പത്തിരിപ്പാലേന്ന്. പെണ്ണ് കാണലേച്ചാ? എന്താ മുത്തശ്ശി? അതോ, ഓപ്പോളെ കണ്ട് ചന്തം ബോധിച്ചാ കാണാൻ വന്നാള് അവളെ കല്യാണം കഴിക്കും. എന്തിനാ മുത്തശ്ശി കല്യാണം കഴിക്കണത്? മുത്തശ്ശിക്ക് പേടിയായി. ചോദിച്ച് ഉത്തരം മുട്ടിക്കും അപ്പു. അതാണ് അവൻ്റെ ശീലം. അതൊക്കെ വലുതാവുമ്പോൾ അപ്പുവിന് മനസ്സിലാവും. മുത്തശ്ശി പറയുന്നത് ശരിയായിരിക്കും. വലുതാവുന്നത് വരെ കാത്തിരിക്കാം. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദമാമയും അമ്മായിയും വന്നു. പാലക്കാട്ടാണത്രേ അമ്മാമ്മ താമസിക്കുന്നത്. പാലക്കാട്ട് സ്കൂളിൽ മാഷാണത്രേ അമ്മാമ്മ. അമ്മാമ്മ കഷണ്ടിത്തലേനാണ്. തലയിൽ ചട്ടി കമിഴ്ത്തി വെച്ചതുപോലെ വെളുത്തു തടിച്ച കട്ടിമീശ, വെള്ള ഷർട്ട്. ഷർട്ടിൻ്റെ പോക്കറ്റിൽ സ്വർണത്തിൻ്റെ നിറത്തിലുള്ള പേന കുത്തി വെച്ചിട്ടുണ്ടാവും എപ്പോഴും. ഗോവിന്ദമാമയെ പേടിയാണ് അപ്പുവിനും ഏട്ടനും. എന്താടാ പഠിക്കണില്ലേ? എവിടെ നിന്റെ ഏട്ടൻ? ഏട്ടൻ പുസ്തകം വായിക്കുക. ഗോവിന്ദമാമ നോക്കുമ്പോൾ ഏട്ടൻ കോലായിയുടെ അങ്ങേ തലക്കിൽ ഇരുന്ന് തകൃതിയായി പഠിക്കുകയാണ്. മിടുക്കൻ.
ഗോവിന്ദമാമ വരുന്നുണ്ടെന്ന് ഏട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്. പുസ്തകം കൈകൊണ്ട് തൊടാറില്ല ഏട്ടൻ. സ്കൂളില്ലെങ്കിൽ കളി തന്നെ കളി. വടക്കേ വീട്ടിലെ ദാമേട്ടനും ഇല്ലത്തെ ശങ്കരനും കേശവനും കളിക്കാൻ വരും. അപ്പവും അവരുടെ കൂടെ കൂടും. ഇന്ന് ദാമേട്ടനെയും കാണുന്നില്ല. ഇല്ലത്തെ ഉണ്ണി നമ്പൂരാരും വരുന്നില്ല. അമ്മാമ്മ ചായ കുടിച്ച കിഴക്കേപ്പടി ഇറങ്ങിപ്പോയി. ഭാഗ്യം അപ്പുവിൻ്റെ സ്കൂളിലൊന്നും അമ്മാമ്മ മാഷാവാഞ്ഞത്. കാറിലാണത്ര ഓപ്പോളെ കാണാനുള്ളവർ വരുന്നത്. സ്കൂള് പറമ്പ് വരെ കാറ് വരും. എപ്പോഴെങ്കിലും ഒരു കാറോ ജീപ്പോ സ്കൂള് പറമ്പിലെത്തുമ്പോൾ കുട്ടികൾക്ക് ഉത്സവമാണ്. ബെല്ലടിക്കുന്നത് നോക്കിയിരിക്കും എല്ലാവരും. ക്ലാസ് വിടേണ്ട താമസം കാറിൻ്റെ അടുത്തേക്ക് ഒറ്റ ഓട്ടമാണ്. വണ്ടി ഓടിക്കുന്ന ആളുടെ പേടി കാണണം. തൊട്ടും പിടിച്ചും മുന്തി നോക്കിയും കാറിൻ്റെ ചില്ലിലൂടെ അകത്തേക്ക് നോക്കാൻ ശ്രമിച്ചും കുട്ടികൾ കാറിൻ്റെ ചുറ്റും തിക്കി തിരക്കുന്നു. ചില ചെക്കന്മാരുടെ കീശയിൽ മുനകൂർപ്പിച്ച കടലാസ് പെൻസിൽ കാണും. കൂട്ടത്തിൽ ചേർന്ന് നിന്ന് കാറിൻ്റെ പുറത്ത് പേരെഴുതി വയ്ക്കാനും ചിത്രം വരയ്ക്കാനും ബിരുദന്മാരാണവർ. കാറിൽ വരുന്നവർക്ക് വഴി അറിയില്ലല്ലോ. അവരെ കൂട്ടിക്കൊണ്ടുവരാനാണ് അമ്മാമ്മ പോകുന്നതെന്ന് അമ്മ മുത്തശ്ശിയോട് പറയുന്നത് കേട്ടു. പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകത്തിലെ 4ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.